എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. കൊഴുപ്പും കലോറിയും കുറഞ്ഞ ആരോഗ്യകരമായ നല്ല സാൻഡ്വിച്ചുകൾ തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പീത്ത ബ്രെഡിന്റെ റെസിപ്പിയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ചരിത്രാതീത കാലം മുതൽ നിയർ ഈസ്റ്റ് രാജ്യങ്ങളായ ഇസ്രായേൽ, ഈജിപ്ത്, ലെബനോൺ, തുർക്കി എന്നിവിടങ്ങളിൽ ഭക്ഷണ സംസ്കാരത്തിലും ആരാധനപരമായ ആചാര അനുഷ്ഠാനങ്ങളിലും സുപ്രധാനമായ പദവി ഉണ്ടായിരുന്നവയാണ് ഫ്ലാറ്റ് ബ്രെഡുകൾ. ഇന്നത്തെ ജോർദാനിൽ ഏകദേശം 14,500 വർഷങ്ങൾക്ക് മുൻപ് വസിച്ചിരുന്ന നട്ടൂഫിയൻ ജനത വിവിധ ഇനം ധാന്യങ്ങളിൽ നിന്നും ഒരു തരം പരന്ന റൊട്ടി നിർമ്മിച്ചിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പീത്ത ബ്രെഡിനും 4000 വർഷത്തോളം തലമുറകൾ കൈമാറി വന്ന ചരിത്രമാണുള്ളത്. ആദ്യകാല ഭാഷകളായ ഹീബ്രു, അരാമിക് ഭാഷയിൽ പാറ്റ് ലെച്ചം എന്നാൽ ഒരു കഷ്ണം അപ്പം എന്നാണ് അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ റൊട്ടി എന്നർത്ഥം വരുന്ന പീറ്റ എന്ന വാക്കിൽ നിന്നാണ് പീത്ത ബ്രെഡ് എന്ന പേര് ലഭിച്ചത്. ആധുനിക കാലത്തെ സാൻഡ്വിച്ച് ബ്രെഡുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കലോറി, കൊഴുപ്പ് എന്നിവ കുറവായതിനാലും ആരോഗ്യകരമായ സാൻഡ്വിച്ചുകൾ നിർമ്മിക്കാമെന്നതിനാലും കൂടുതൽ ജനപ്രീതി ലഭിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ പരന്ന കല്ലുകൾ ചൂടാക്കി ചുട്ടെടുത്തിരുന്ന ഇവ പിന്നീട് സൗകര്യാർത്ഥം വിവിധ പാചക രീതികളായ ബേക്കിംഗ്, ഗ്രില്ലിംഗ്, സ്റ്റീമിംഗ് മുതലായവയിലൂടെ തയ്യാറാക്കി വരുന്നു. ശരിയായ രീതിയിൽ പീത്ത ബ്രെഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം 260 ഗ്രാം അളന്നെടുക്കുക. ഇതിലേക്ക് 20 ഗ്രാം പഞ്ചസാരയും 4 ഗ്രാം ഈസ്റ്റും അളന്നെടുത്ത് ചേർത്ത് നന്നായി ഇളക്കി 20 മിനിറ്റ് സമയത്തേക്ക് മാറ്റിവെക്കുക. അടുത്തതായി കുഴിയുള്ള ഒരു പാത്രത്തിൽ 350 ഗ്രാം മൈദയും 150 ഗ്രാം ആട്ടയും അളന്നെടുക്കുക. ഇതിലേക്ക് 5 ഗ്രാം ഉപ്പ്, 20 ഗ്രാം ഒലിവ് ഓയിൽ എന്നിവയും ആദ്യം തയ്യാറാക്കിയ ഈസ്റ്റ് മിശ്രിതവും കൂടി ചേർത്ത് കുഴച്ചു തുടങ്ങുക. വിവിധതരം ധാന്യങ്ങളുടെയും ചെറുധാന്യങ്ങളുടെയും പൊടികൾ ഉപയോഗിച്ചും പീത്ത ബ്രെഡ് തയ്യാറാക്കാവുന്നതാണ്. പാകം ചെയ്തെടുക്കുമ്പോൾ നടുഭാഗം പൊള്ളയാക്കിക്കൊണ്ട് ഇരുവശവും ചേർന്ന് ഒരു പോക്കറ്റ് രൂപപ്പെടുന്നത് പീത്ത ബ്രെഡിന്റെ പ്രത്യേകതയാണ്. ഈ മാവ് കുഴച്ച് ഒന്നായി ചേരുന്ന പക്ഷം ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നന്നായി കുഴച്ചെടുക്കേണ്ടതാണ്. ഇതിന് ഏകദേശം 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് സമയം വരെ വേണ്ടി വന്നേക്കാം. നന്നായി കുഴച്ച് പരുവമായെന്ന് ഉറപ്പാക്കിയ ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ മാവ് ഉരുട്ടിയെടുക്കുക. തുടർന്ന് ഒരു പാത്രത്തിൽ അല്പം ഒലിവ് ഓയിൽ തടവിയ ശേഷം അതിൽ ഇറക്കി വയ്ക്കുകയും മുകളിൽ അല്പം ഒലിവ് ഓയിൽ തടവുകയും ചെയ്യുക. ഇനി വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് കൊണ്ടോ മൂടി 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പൊങ്ങി വരുവാൻ അനുവദിക്കുക. ഇനീഷ്യൽ പ്രൂവിങ്ങിന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ അമർത്തി വായു കുറച്ച ശേഷം റോൾ ചെയ്ത് വയ്ക്കുക. ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്ന മാവ് ആകെ തൂക്കം 800 ഗ്രാം ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ 80 ഗ്രാം തൂക്കമുള്ള 10 കഷ്ണങ്ങളാക്കി മുറിച്ച് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അഞ്ച് മിനിറ്റ് സമയം ഇവയ്ക്ക് വിശ്രമം നൽകിയ ശേഷം വർക്ക് ടേബിളിൽ അല്പം പൊടി വിതറി ഓരോന്നിനെയും 6 ഇഞ്ച് വലുപ്പത്തിലും 1/2 സെന്റിമീറ്റർ കനത്തിലും പരത്തിയെടുക്കുക. തുടർന്ന് ബട്ടർ പേപ്പർ ഒരു ബേക്കിംഗ് ട്രേയിൽ വിരിച്ച ശേഷം അതിലെടുത്തു വെച്ച് 30 മിനിറ്റ് സമയം വരെ ഫൈനൽ പ്രൂവിങ്ങിനായി മാറ്റിവെക്കുക. ഫെർമെന്റേഷന് ശേഷം ഒരു കട്ടിയുള്ള തവ ചൂടാക്കി അതിൽ വെച്ച് ഓരോന്നും ചുട്ടെടുക്കുക. ഇത് പാകം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
തവയിൽ ഇട്ട ഉടൻ ഒരു സൈഡ് 30 സെക്കൻഡ് കഴിയുമ്പോൾ മറു സൈഡ് തിരിച്ചിടേണ്ടതാണ്. അവിടെയും 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വീണ്ടും ആദ്യ വശം എന്ന രീതിയിൽ പൊങ്ങി വരുന്നതുവരെ വേവിച്ചെടുക്കുക. പാകം ചെയ്തവ ഉടനെ തന്നെ ബ്രെഡ് ബാസ്ക്കറ്റുകളിൽ നിരത്തി വെച്ച് തണുക്കാൻ അനുവദിക്കുക. ഇത്തരത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന പീത്ത ബ്രെഡുകൾ ഹമ്മൂസിനൊപ്പം വിളമ്പുകയോ സാൻഡ്വിച്ചുകൾ തയ്യാറാക്കുന്നതിനായോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ പീത്ത ബ്രെഡിനൊപ്പം കഴിക്കാനുള്ള പോഷകദായകവും ആരോഗ്യകരവുമായ നല്ലൊരു ഹമ്മൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം അല്പം തഹിനി സോസ് തയ്യാറാക്കേണ്ടതുണ്ട്. 70 ഗ്രാം വെളുത്ത എള്ള് അളന്നെടുത്ത് വൃത്തിയാക്കി കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് ഇടത്തരം തീയിൽ 7 മിനിറ്റോളം സമയം വറുത്തെടുക്കുക. ഇത് തീയിൽ നിന്ന് മാറ്റി ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലാക്കി 3 ഗ്രാം ഉപ്പ്, 2 നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് ആവശ്യമെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുത്ത് മാറ്റിവെക്കുക. അടുത്തതായി 230 ഗ്രാം വേവിച്ച വെള്ളക്കടല അഥവാ ചിക്ക് പീസ് അളന്നെടുക്കേണ്ടതാണ്. ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നന്നായി വേവിച്ചെടുത്തതാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലാക്കിയ ശേഷം 2 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി, 50 ml തിളപ്പിച്ചാറിയ വെള്ളം, 20 ഗ്രാം ഒലിവ് ഓയിൽ എന്നിവ ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ തഹിനി പേസ്റ്റ് 55 ഗ്രാം കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. തുടർന്ന് വിളമ്പാൻ ആവശ്യമായ ഒരു ബൗളിലേക്ക് മാറ്റി നിരത്തി ലെവൽ ചെയ്ത ശേഷം 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ മുകളിൽ കൊടുക്കുക. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതും അണുനശീകരണ ശേഷിയുള്ളതുമാണ് ഒലിവ് ഓയിൽ. പിന്നീട് ചെറുതായി അരിഞ്ഞെടുത്ത പാഴ്സ്ലി ഇലകൾ മുകളിൽ വിതറുക. കൂടാതെ അല്പം പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ ചില്ലി പൗഡർ എന്നിവ കൂടി വിതറി അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. പാകമായിരിക്കുന്ന പീത്ത ബ്രെഡിന്റെ ഉൾഭാഗത്തെ ഈ പോക്കറ്റിൽ നാം തയ്യാറാക്കിയ ഹമ്മൂസ് അല്ലെങ്കിൽ വിവിധ ചിക്കൻ, ബീഫ്, ലാംബ് ഫില്ലിങ്ങുകൾ എന്നിവ വെച്ച് രുചികരമായ സാൻഡ്വിച്ചുകൾ തയ്യാറാക്കാവുന്നതാണ്. ധാരാളം മിനറൽസ്, ഉയർന്ന പ്രോട്ടീൻ, ഡയറ്ററി ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമായതും ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതുമായ നല്ലൊരു ഹമ്മൂസും ആരോഗ്യകരമായ നല്ലൊരു പീത്ത ബ്രെഡും എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.